ഹായ് ഹലോ ഫ്രണ്ട്സ്, സ്റ്റോക്ക് ഓൺലൈൻ PSC ഇതാ നമ്മൾ അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. മലയാളമാണ് നമ്മളുടെ മെയിൻ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മലയാളത്തില് സ്ത്രീലിംഗം അതുപോലെ തന്നെ പുല്ലിംഗം അല്ലെ, ആ ഒരു ക്ലാസ് ആണ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത്. സ്ത്രീലിംഗം പുല്ലിംഗം. അപ്പൊ സ്ത്രീലിംഗം പുല്ലിംഗം എന്താണ്, അതുപോലെ തന്നെ നപുംസകലിംഗം എന്താണ്, ഉഭയലിംഗം അഥവാ സാമാന്യലിംഗം എന്ന് പറഞ്ഞിട്ടുള്ള ടേംസ് ഒക്കെ എന്താണ്, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. മാത്രല്ല 80 വാക്കുകൾ, അതായത് സ്ത്രീലിംഗം പുല്ലിംഗം വരുന്ന 80 വാക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ക്ലിയർ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സോട് കൂടി നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. സ്ത്രീലിംഗം പുല്ലിംഗം, അതായത് കുറച്ചും കൂടി വേർഡ്സുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മള് 81ാമത്തെ വേർഡ് പഠിക്കാൻ പോവാണ്. അധ്യാപകൻ. എന്താണ് അധ്യാപകൻ? അധ്യാപകൻ അതിന്റെ സ്ത്രീലിംഗം എന്താണ്? അധ്യാപിക അല്ലെ, അധ്യാപകന്റെ അധ്യാപിക ആണ്. ഓക്കെ, നെക്സ്റ്റ് കൈമൾ. കൈമളിന്റെ എന്താണ് പഠിച്ചു വെക്കണം കേട്ടോ. കൈമൾ കുഞ്ഞമ്മ. കൈമളിന്റെ കുഞ്ഞമ്മയാണ്. ഒരു കാര്യം എല്ലാവരും മനസ്സിലോർത്ത് വെക്കുക, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ തരാൻ വേണ്ടി ആരും കാത്തിരിക്കേണ്ട. കാരണം എല്ലാവരും തകൃതിയായി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൺലൈനും ഓഫ്ലൈനിലും ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, എല്ലാവരും സെക്രട്ടേറിയറ്റിന്റെ പുറകിലാണ്. അപ്പോൾ നമ്മൾക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയമില്ല, അല്ലെങ്കിൽ ഇനിയും സ്റ്റാർട്ട് ചെയ്യാതിരിക്കാനുള്ള ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ അടിച്ചിരിക്കേണ്ട ഒരു ആവശ്യമില്ല. നന്നായി പഠിക്കുക. സെക്രട്ടേറിയറ്റിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഒരു വലിയ ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് പിന്നെയും കൂടുതലായിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് ഒരു 6 months നിങ്ങളുടെ മുന്നിൽ കിട്ടും. പക്ഷെ അത് നന്നായിട്ട് ഒരു 4 monthsന്റെ ഉള്ളിൽ നന്നായി പഠിച്ച് റിവിഷനുള്ള സമയം കിട്ടിയാൽ നിങ്ങൾക്ക് പ്രിലിംസ് വളരെ സിമ്പിൾ ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവരും സമയം കളയാതെ നന്നായി ഇരുന്ന് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് അഭിലാഷി. അഭിലാഷി. അഭിലാഷിയുടെ സ്ത്രീലിംഗം എന്താണ്? അഭിലാഷിണി. ഓക്കെ, അഭിലാഷിണി. അഭിലാഷി, അഭിലാഷിണി. നെക്സ്റ്റ് ഉള്ളാടൻ. കേട്ടുണ്ടോ? ഉള്ളാടൻ. ഉള്ളാടന്റെ എന്താണ്? ഉള്ളാടൻ ഉള്ളാടത്തിയാണ് കേട്ടോ. ഉള്ളാടത്തി. ഉള്ളാടൻ ഉള്ളാടത്തി. നെക്സ്റ്റ് ജനയിതാവ്. ജനയിതാവ് എന്താണ്? ജനയിത്രി. ജനയിതാവ് ജനയിത്രി. ഓക്കെ, നിരപരാധി. നിരപരാധിയുടെ എന്താടോ? നിരപരാധിനി അല്ലെ, പറഞ്ഞു നോക്കട്ടെ. നിരപരാധിനി. നിരപരാധി നിരപരാധിനി. ക്ലിയർ? നിരപരാധി നിരപരാധിനി. സ്തോതാവ്. സ്തോതാവ്. സ്തോതാവിന്റെ എന്താണ്? സ്തോത്രി. സ്തോതാവ് സ്തോത്രി. ക്ലിയർ? സ്തോതാവ് സ്തോത്രി. നെക്സ്റ്റ് രൂപവാൻ. രൂപവാൻ എന്താണ്? രൂപവാൻ രൂപവതി അല്ലെ, രൂപവാൻ രൂപവതി. നെക്സ്റ്റ് രോധനൻ. രോധനൻ. രോധനന്റെ എന്താ? രോധനി. രോധനൻ രോധനി. ക്ലിയർ ആയല്ലോ? നോക്കാട്ടാ. അധ്യാപകൻ. അധ്യാപകൻ അധ്യാപിക. കൈമൾ കുഞ്ഞമ്മ. നല്ല ഇമ്പോർട്ടന്റ് ആട്ടാ. കൈമൾ കുഞ്ഞമ്മ. അഭിലാഷി അഭിലാഷിണി. ഉള്ളാടൻ ഉള്ളാടത്തി. ജനയിതാവ് ജനയിത്രി. നിരപരാധി നിരപരാധിനി. സ്തോതാവ് സ്തോത്രി. രൂപവാൻ രൂപവതി. രോധനൻ രോധനി. ക്ലിയർ ആയല്ലോ? 89 വാക്കുകൾ നമ്മൾ പഠിച്ചു. രൂപവാൻ രൂപവതി. നല്ല രസമുണ്ടല്ലേ കേൾക്കാൻ? രൂപവാൻ രൂപവതി. ഓക്കെ, അപ്പൊ നമ്മൾ മോട്ടിവേഷൻ ഒക്കെ കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരുപാട് നേരം മണിക്കൂറുകളോളമുള്ള മോട്ടിവേഷണൽ സ്പീക്കേഴ്സിന്റെ ക്ലാസ് ഒന്നും കേട്ടിരിക്കാതെ വല്ല കോട്ടിങ്സ് ഒക്കെ കേൾക്കുക, എന്നിട്ട് 2 മിനിറ്റ് ആലോചിക്കുക, എന്നിട്ട് നന്നായിട്ട് വീണ്ടും എന്റെ ലക്ഷ്യം എന്താണെന്ന് മാത്രം ആലോചിക്കുക, അതിലേക്ക് പോവാം. ഓക്കെ, അല്ലാതെ പഠനം നടക്കാതെ വെറും മോട്ടിവേഷൻ ക്ലാസ്സും അതും ഇതൊന്നും ആയിട്ട് സമയം കളയണ്ട. മോട്ടിവേഷൻ, ഏറ്റവും വലിയ മോട്ടിവേഷൻ നമുക്ക് ജോലി വേണമെന്ന് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള തോന്നലാണ്. ഓക്കെ, നെക്സ്റ്റ് നന്ദനൻ. നന്ദനൻ. നന്ദനന്റെ എന്താ? നന്ദിനി. ക്ലിയർ? നന്ദനൻ നന്ദിനി. പരേതൻ. പരേതൻ. പരേതന്റെ എന്താണ്? പരേധ. പരേതൻ
പരേത. ബലവാൻ, ബലവാൻ എന്താണ്? ബലവതി, ബലവാൻ ബലവതി. നെക്സ്റ്റ് പ്രചാരകൻ, പ്രചാരകൻ പ്രചാരിക, പ്രചാരകൻ പ്രചാരിക. പ്രമുഖൻ, പ്രമുഖൻ എന്താണ്? പ്രമുഖ, പ്രമുഖൻ പ്രമുഖൻ പ്രമുഖ. നെക്സ്റ്റ് നിശാചരൻ, നിശാചരൻ നിശാചരി. ഓക്കെ, നിശാചരൻ നിശാചരി. ആതിഥേയൻ, ആതിഥേയൻ എന്താ വരുന്നത്? ആതിഥേയ, ആതിഥേയൻ ആതിഥേയ. നെക്സ്റ്റ് ഇടയൻ, ഇടയന്റെ എന്താ? ഇടയത്തി. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇടയൻ ഇടയത്തി. ഇത് നിങ്ങൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് വെച്ചാൽ, ഞാൻ നന്ദനൻ, അപ്പൊ നിങ്ങൾക്ക് നന്ദിനി പറയാൻ കിട്ടണം. ശരിക്കും നമ്മൾ പഠിക്കുമ്പോൾ പലതും നമുക്ക് ഒരാൾ ഇങ്ങനെ വായിച്ചു തരുമ്പോൾ നമുക്ക് അതിന്റെ ഉത്തരം പറയാൻ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ എന്ന് തോന്നാറില്ല. എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറയണേ. അപ്പൊ അങ്ങനെ വായിക്കുമ്പോൾ നിങ്ങൾ ഉടനടി നിങ്ങൾ ഉത്തരം പറയണം. അങ്ങനെ ഒരു റിവിഷൻ ടെക്നിക്സിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യാം. സ്പീഡ് കൂട്ടിയിട്ട് കാണാം കേട്ടോ. ഓക്കെ, ഇടയൻ ഇടയത്തി. നെക്സ്റ്റ് അധികാരി, അധികാരി എന്താ വരുന്നത്? അധികാരിണി. ഓക്കെ, അധികാരി അധികാരിണി, അധികാരി അധികാരിണി. അവകാശി, അവകാശി, അവകാശിയുടെ എന്താണ്? അവകാശിനി, അവകാശി അവകാശിനി. നെക്സ്റ്റ് ആചാര്യൻ, ആചാര്യന്റെ എന്താ വരിക? ആചാര്യ. ഓക്കെ, 100 ഇല്ലേ? നന്ദനൻ നന്ദിനി. പരേത, പരേതൻ പരേത. ബലവാൻ ബലവതി. പ്രചാരകൻ പ്രചാരിക. പ്രമുഖൻ പ്രമുഖ. നിശാചരൻ നിശാചരി. ആതിഥേയൻ ആതിഥേയ. ഇടയൻ ഇടയത്തി. അധികാരി അധികാരിണി. അവകാശി അവകാശിനി. ആചാര്യൻ ആചാര്യ. ഓക്കെ, അത്രയും ഭാഗം ക്ലിയർ ആയല്ലോ. ഇതിൽ പ്രത്യേകിച്ച് ക്ലിയർ ആവാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല അല്ലെ. നമ്മളിത് ഇങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിക്കുക, പഠിക്കുക, തെറ്റിപ്പോകാൻ പാടില്ല. ചിലത് നീയും നീയൊക്കെ വരുന്ന വാക്കുകൾ ഉണ്ടാവും. പിന്നെ പ്രചാരിക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോ അത് അങ്ങനെ പറഞ്ഞ് അടയാളപ്പെടുത്തി താഴെ വരച്ചിട്ട് തന്നെ എഴുതി പഠിക്കണം കേട്ടോ. നിങ്ങളുടെ ബുക്ക് കണ്ടാൽ തോന്നണം നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്ന്. നിറയെ കളർഫുൾ ആയിട്ട് വരച്ചും അടിയിൽ വരച്ചും കളർ ചെയ്തും എഴുതി അങ്ങനെയൊക്കെ പഠിക്കുക. ഓക്കെ, ഏകൻ, ഏകൻ, ഏകന്റെ എന്താ വരിക? ഏക, ഏകൻ ഏക. ഓക്കെ, ഏകൻ ഏക. ഏകാക്കി എന്താ വരിക? ഏകാക്കി എന്താ വരിക? ഏകാഗിനി, ഏകാഗിനി. ഓക്കെ, ഏകാഗിനി. നെക്സ്റ്റ് കവി അറിയുന്നതാണ്. കവയിത്രി അല്ലെ? കവി കവയിത്രി. ക്ലിയർ. കാതികൻ, കാതികൻ എന്താ വരിക? കാതിക. ഓക്കെ, കാതികൻ കാതിക. നെക്സ്റ്റ് കാമി, കാമിയുടെ എന്താ വരിക? കാമി കാമിനി. കാമി കാമിനി. കുശവൻ, കുശവൻ എന്താണ്? കുശവി. കുശവത്തി എന്നും കണ്ടിട്ടുണ്ടോ? കുശവത്തി. കുശവിയാണ് കൂടുതൽ കണ്ടുള്ളത്, കുശവത്തിയും കണ്ടിട്ടുണ്ട്. ഓക്കെ, ഗൃഹസ്ഥൻ, ഗൃഹസ്ഥൻ. ഗൃഹസ്ഥന്റെ എന്താണ്? ഗൃഹണി. ഇത് നമ്മൾ പഠിച്ചതല്ലേ നേരത്തെ? ഗൃഹി. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്, റിപ്പീറ്റേഷൻ ആണ്. ഘാതകൻ, ഘാതകന്റെ എന്താണ്? ഘാതകി. ഓക്കെ. പക്ഷി, പക്ഷിയുടെ എന്താണ്? പക്ഷി പക്ഷിണി. ഞാൻ സ്പീഡിൽ പോവാട്ടോ, നമുക്ക് സ്പീഡാണ് ഇനി വേണ്ടത്. ഓക്കെ, പക്ഷി പക്ഷിണി. ഓക്കെ, ഏകൻ ഏക. ഏകാഗി ഏകാഗിനി. കവി
കവയിത്രി, കാതികൻ, കാതിക, കാമി, കാമിനി, കുശവൻ, കുശവി, ഗൃഹസ്ഥൻ, ഗൃഹണി, ഗൃഹി, ഘാതകൻ, ഘാതകി, പക്ഷി, പക്ഷിണി. കുറച്ചും കൂടി പഠിച്ചാലോ? നമ്മളെന്തിനാ റെസ്റ്റ് എടുക്കണല്ലേ? നമ്മൾ ചെറിയ കുട്ടികളൊന്നല്ലല്ലോ, നമ്മൾ വലിയ വലിയ ആളുകളല്ലേ, പഠിച്ച്, അതായത് നമ്മളുടെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞവരാണല്ലോ എല്ലാവരും. അപ്പൊ പഠനത്തിന്റെ ആ ഒരു മടിയോ ഒന്നും ആർക്കും ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഇനി ജോലിക്ക് വേണ്ടിയിട്ടാ പഠിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് പക്ഷി കഴിഞ്ഞു. പക്ഷി പതികൻ. പതികന്റെ എന്താ? പതികൻ എന്താണ്? പതിക. ഓക്കെ, പതികൻ, പതിക, പാപി. പുതിയ വേർഡുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ നന്നായി പഠിക്കട്ട. പാപിനി, പാപി, പാപിനി. ഓക്കെ, പാപി, പാപിനി. ആങ്ങള. ആങ്ങളയുടെ എന്താണ് അറിയാലേ? പെങ്ങൾ. ആങ്ങളയാവുമ്പോ പെങ്ങളാണ്. നെക്സ്റ്റ് ഫണി. ഫണി എന്താണ്? ഫണിനി. ഫണി, ഫണിനി. ഫണി എന്താണ്? ഫണിനി. ഫണി, ഫണിനി. ഓക്കെ, നെക്സ്റ്റ് മഹാൻ. മഹാന്റെ എന്താണ്? മഹാൻ ഏതാണ്? മഹതി. മഹാൻ മഹതിയാണ്. ക്ലിയർ. മനസ്വി കേട്ടതാണ്. മനസ്വി എന്തായിരുന്നു? മനസ്വി, മനസ്വിനി. മനസ്വി, മനസ്വിനി. നെക്സ്റ്റ് മാതുലൻ. ഇതും പഠിച്ചതാ തോന്നുന്നുണ്ട് അല്ലെ? മാതുലൻ. മാതുലന്റെ എന്തായിരുന്നടോ? മാതുലാനി. മാതുലൻ, മാതുലാനി. നെക്സ്റ്റ് മഹർഷി. മഹർഷി. മഹർഷിയുടെ എന്താ? എഴുതുമ്പോഴേ ചിലപ്പോ ഇങ്ങനെ കൈ പോകുന്നുണ്ട് കേട്ടോ. മഹർഷി, മഹർഷിണി അല്ലെ? മഹർഷിണി. മഹർഷി, മഹർഷിണി. നെക്സ്റ്റ് തരുണൻ. തരുണന്റെ എന്താ പറയാ? തരുണൻ. തരുണൻ, തരുണി അല്ലെ? തരുണീമണി എന്നൊക്കെ കേട്ടില്ലേ? തരുണൻ, തരുണി. തപസ്വി. തപസ്വി എന്താണ്? തപസ്വിനി. തപസ്വി, തപസ്വിനി. തപസ്വി, തപസ്വിനി. നെക്സ്റ്റ് ദൂതൻ. ദൂതൻ എന്താ വരിക? ദൂതി. അപ്പൊ നോക്കട്ടാ, പറഞ്ഞു നോക്ക. പതികൻ, പതിക, പാപി, പാപിനി, ആങ്ങള, പെങ്ങൾ, ഫണി, ഫണിനി, മഹാൻ, മഹതി, മനസ്വി, മനസ്വിനി, മാതുലൻ, മാതുലാനി, മഹർഷി, മഹർഷിണി, തരുണൻ, തരുണി, തപസ്വി, തപസ്വിനി, ദൂതൻ, ദൂതി. ക്ലിയർ ആവുണ്ടല്ലോ? ഇതിലൊന്നും കൺഫ്യൂഷൻ ഇല്ല. ക്ലിയർ ആവാതിരിക്കേണ്ട യാതൊരുവിധ കാര്യമില്ല അല്ലെ? ഓക്കെ, അതായത് നമുക്ക് വലിയ എഫേർട്ട് ഒന്നും ഇല്ലാതെ പഠിച്ചു വെക്കാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ് മലയാളം മുഴുവനായിട്ടും. പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മാർക്കും നഷ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പഠിച്ചേ പറ്റൂ. കാരണം ബാക്കിയുള്ള ഏത് ടോപ്പിക്കിലും മാർക്ക് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, നമുക്ക് മലയാളത്തിന്റെ ടോപ്പിക് വൈസുള്ള ഭാഗങ്ങൾ കഴിഞ്ഞ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCRT ടെക്സ്റ്റ് ബുക്ക് മലയാളം കവർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് മലയാളം നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും മലയാളം ടോപ്പിക് വൈസുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ ക്ലാസ് ആയിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, നുണയൻ. നുണയൻ. നുണയന്റെ എന്താ? നുണച്ചി അല്ലെ? നുണയൻ, നുണച്ചി. ഓക്കെ, നുണയൻ, നുണച്ചി. നൃപൻ. നൃപൻ. നൃപന്റെ എന്താ? നൃഭ. നൃപൻ, നൃഭ. അല്ലാണ്ട് അർത്ഥമൊക്കെ പഠിച്ച് നമ്മൾ ഇതില് PhD എടുക്കാനൊന്നും അല്ല പോകുന്നത്. അതുകൊണ്ട് അങ്ങനെയൊന്നും ആരും ചിന്തിക്കേണ്ട. പറ്റണ പോലെ പഠിച്ചു വെക്കാം. ചക്രവർത്തി. ചക്രവർത്തി എന്താണ്? ചക്രവർത്തിനി അല്ലെ? ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ തന്നെ സംഭവം. ചക്രവർത്തിനി. നെക്സ്റ്റ് ചോരൻ. ചോരന്റെ എന്താടോ? ചോരി. ചോരൻ, ചോരി എന്നും പറയും, ചോരിണി എന്നും പറയാറുണ്ട്. ഓക്കെ, ചോരൻ, ചോരി അല്ലെങ്കിൽ ചോരിണി. പിന്നെ ജനിതാവ് അല്ല, അതിന്റെ മുമ്പ് ജനകൻ. ജനകൻ എന്ന് കേട്ടിട്ടില്ലേ? ജനകൻ അല്ലെങ്കിൽ ജനയിതാവ്. ഇത് നമ്മൾ പഠിച്ചു തന്നെയാണ്. ഒന്നും കൂടി കൺഫ്യൂഷൻ ഇല്ലാണ്ടാക്കാൻ വേണ്ടി പറയണ. ജനകൻ, ജനയിതാവ്. അതിന്റെയാണ് ജനനി അല്ലെങ്കിൽ ജനയിത്രി. ക്ലിയർ ആയല്ലോ?
126th ജനിധാവ് പറഞ്ഞതാണ് കേട്ടോ. ജനിധാവ് എന്താണ്? ഖാദിക. ഓക്കെ, ജനിധാവ് ഖാദിക. നെക്സ്റ്റ് ജേധാവ് ഏതാണ്? ജേധാവ്, ജേതാവിന്റെ ജേത്രി, ജേധാവ് ജേത്രി. എന്നാൽ നേതാവോ? നേതാവ് നേത്രി. ഒരുപോലുള്ള വാക്കുകളായോണ്ട് എടുത്ത് പറഞ്ഞതാണ്, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ദാതാവ്, ദാതാവ് എന്താണ്? ധാത്രി. കമിതാവ്, കമിതാവ്, കമിതാവിന്റെ അപ്പൊ എന്തായിരിക്കും? കമിത്രി അല്ലെ? കമിതാവ് കമിത്രി. ഒരേപോലുള്ള വാക്കുകൾ കേട്ടോ. നുണയൻ നുണച്ചി, നൃപൻ നൃഭ, ചക്രവർത്തി ചക്രവർത്തിനി, ചോരൻ ചോരി ചോരിണി എന്ന് പറയും. ജനകൻ അല്ലെങ്കിൽ ജനയിതാവ്, അതിന് ജനനി ജനയിത്രി എന്നൊക്കെ പറയും. ജനിതാവ് ഖാദിക, ജേതാവ് ജേത്രി, നേതാവ് നേത്രി, ധാതാവ് ധാത്രി, കമിതാവ് കമിതാവ് കമിത്രി, കമിതാവ് കമിത്രി. അപ്പൊ ഈ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും മതി. ഏകദേശം ഒരു 50 വേർഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ? 80 81 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്. അപ്പൊ ഇത്രയും മതി. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഈ ഭാഗങ്ങളൊക്കെ റിവൈസ് ചെയ്താലാണ് കിട്ടുള്ളൂ. കാരണം നമുക്ക് തോന്നുന്നത് എളുപ്പമല്ലേ എന്ന്, പക്ഷെ നമ്മൾ 1.25 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂറിന്റെ എക്സാം ഹാളിൽ കയറിയിരിക്കുമ്പോൾ എല്ലാ ഫാക്ട്സും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മളുടെ തലയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുകയായിരിക്കും. ആ ഓട്ടത്തിന്റെ ഉള്ളിൽ ഇത് ജനിതാവാണോ ജനദാവാണോ ജനിത്രിയാണോ ജനയിത്രിയാണോ അങ്ങനെ കൺഫ്യൂഷൻ. നമ്മൾക്ക് കൺഫ്യൂഷൻ വരില്ല എന്ന് നമുക്ക് തോന്നും, ഉറപ്പാണ് തോന്നും. പക്ഷെ അവിടെ എത്തി ഉറപ്പായിട്ടും കൺഫ്യൂസ്ഡ് ആവും. അപ്പൊ അതുകൊണ്ട് ആ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് റിവിഷൻ. ഓക്കെ, റിവിഷൻ. ഇത് എത്ര തവണ നിങ്ങൾ ചെയ്യണോ അത്രയും തവണ ഫാസ്റ്റ് ആൻഡ് അക്യുറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിൽ പെർഫോം ചെയ്യാൻ പറ്റും. നമ്മളുടെ പെർഫോമൻസ് എത്രത്തോളം അക്യുറേറ്റ് ആവണമെന്നനുസരിച്ചിട്ടും ഫാസ്റ്റ് ആവണമെന്നനുസരിച്ചിട്ടാണ് നമ്മളുടെ റിസൾട്ട് വരിക. എന്തെങ്കിലും ഒരു റിസൾട്ട് കിട്ടിയിട്ട് കാര്യമില്ല, റാങ്ക് ലിസ്റ്റ് വന്നിട്ട് കാര്യമില്ല, സപ്ലിയിലോ മെയിൻ ലിസ്റ്റിലോ വന്നിട്ട് കാര്യമില്ല. നമുക്ക് നല്ല ജോലി കിട്ടി കയറണമെങ്കിൽ നല്ലൊരു റാങ്ക് കിട്ടണം. അതിനുവേണ്ടി നിങ്ങൾ ഷാർപ്പായിട്ട് പഠിക്കണം. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഒരു റാങ്ക് ലിസ്റ്റിൽ കയറണമെങ്കിൽ അത്യാവശ്യം എഫേർട്ട് എടുക്കണം. എന്നാൽ മാത്രമേ റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റുള്ളൂ. പക്ഷെ ആ റാങ്ക് ലിസ്റ്റിൽ അത്യാവശ്യം എഫേർട്ട് എടുത്ത് നിങ്ങൾ പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ കയറി, പക്ഷെ നിങ്ങൾക്ക് ജോലി കിട്ടിയില്ലെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എത്ര എഫേർട്ട് എടുക്കണം. അപ്പൊ ഏതായാലും നമ്മൾ ഇതിന് മെനക്കെട്ട് ഇറങ്ങി, അല്ലെങ്കിൽ നമ്മളിതിന് തുനിഞ്ഞിറങ്ങി എന്നൊക്കെ പറയില്ല, എന്തായാലും നനഞ്ഞു ഒന്നിനെ കുളിച്ചു കയറാന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പൊ നമ്മൾ ഇതിന് ഏതായാലും തുനിഞ്ഞിറങ്ങുകയാണ്. പഠിക്കുന്നവരുടെ കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത്, ഇൻട്രസ്റ്റ് ഉള്ളവരുടെ കാര്യമാണ്. അപ്പൊ നമ്മൾ ആ ഒരു എഫേർട്ട് ഇപ്പൊ 2 മണിക്കൂറാണെങ്കിൽ, ഇപ്പൊ കൊടുക്കുന്നത് 2 മണിക്കൂറാണെങ്കിൽ ഒരു 4 മണിക്കൂർ കൊടുക്കുക, അല്ലെങ്കിൽ 4 മണിക്കൂർ കൊടുക്കുന്ന ആളുകളാണെങ്കിൽ ഒരു 6 മണിക്കൂർ കൊടുക്കുക. അങ്ങനെ മണിക്കൂറുകൾ കൂട്ടി അവസാനം നമുക്ക് ഒരു 10, 12, 14 മണിക്കൂർ വേണം. എന്നാൽ തന്നെ ഇത് കിട്ടുള്ളൂ. എഫേർട്ട് എടുക്കാതെ ഒരു PSC ഒരാൾക്കും ക്ലിയർ ചെയ്ത് കയറിയിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ തന്നെയാണ്, വെറുതെ പറയാൻ ആളുകൾ ഒന്നുമില്ല എഫേർട്ട് ഇല്ലാണ്ടാണ് ഞങ്ങൾ ചെയ്തതെന്നൊക്കെ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നന്നായി പഠിക്കാൻ പറ്റട്ടെ. താങ്ക് യു.